പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ കൊണ്ടുവരാം, അതിനെ എത്ര ഇൻ്റർനാഷണൽ നിലയിൽ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ മണ്ണാർക്കാടത്തെ MLA 15 വർഷത്തെ MLA ആയിരുന്ന അഡ്വക്കേറ്റ് M. ശംസുദ്ദീൻ ഇന്ന് 16ാമത്തെ വർഷവും MLA ആയി തുടരുമ്പോൾ മന്ത്രിയായി ഇരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പ് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് നമ്മൾ പറയുന്നതിനേക്കാൾ ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വകുപ്പാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതിനേക്കാൾ അപ്പുറം മാനേജ്മെൻറ്റുകൾ, പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ കൂടുതലും കൈകാര്യം ചെയ്യുന്ന ഒരു സെക്ടറാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല മത സമുദായങ്ങളും കൈകാര്യം ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറുകളിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥാപനങ്ങളിലെ അപ്പോയിൻമെൻറ്റിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ കൊണ്ടുവരാം, അതിനെ എത്ര ഇൻ്റർനാഷണൽ നിലയിൽ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം.